അപ്പോൾ എന്താണ് ഹാംസ്റ്റർ കോമ്പാറ്റ്, എങ്ങനെ ഹാംസ്റ്റർ കോമ്പാറ്റ് കളിച്ച് നമുക്ക് പൈസ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ലിങ്ക് വഴി കയറുന്നു, എന്നിട്ട് ലോഞ്ച് കൊടുക്കുന്നു. ഞാൻ ടെലഗ്രാമിൽ ലിങ്കിൻ്റെ അവിടെ കൊടുത്തിട്ടുണ്ട്, അവിടെ കയറുക, അതിനകത്ത് ലോഞ്ച് കൊടുത്ത് അതിലൂടെ കയറുക. ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് പറയുന്നത് തന്നെ ഈ ലോകത്ത് തന്നെ ഏറ്റവും വലിയ ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. ഇപ്പം തന്നെ ലോകത്തിന് 2% ആൾക്കാർ കളിക്കുന്നുണ്ട്. അതിൻ്റെ പോപ്പുലാരിറ്റി ഇനി കൂടുകയേ ഉള്ളൂ. അപ്പം ഇപ്പം കളിക്കുന്നവർ കൂടുതൽ ടോക്കൺസ് ഉണ്ടാക്കാനും നോക്കുക. അപ്പം ഞാൻ എങ്ങനെ പൈസ ഉണ്ടാക്കാമെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുതരാം. ബേസിക്കലി പൈസ ഉള്ള രീതിയിൽ ടാപ്പ് ചെയ്യാം. പക്ഷേ ടാപ്പ് ചെയ്തിട്ട് വലിയ പൈസ ഉണ്ടാക്കാൻ നമുക്ക് പോകുന്നില്ല. അത് ആൾക്കാർ റീലിന് വേണ്ടി മാത്രമേ കൊടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ കിട്ടുന്ന പൈസ കൊണ്ട് നമ്മൾ പ്രോഫിറ്റ് പവർ അവർ കൂട്ടാൻ നോക്കണം. അവരുടെ ടെലഗ്രാം ചാനൽ, അവരുടെ സകല സോഷ്യൽ അവർ പറയുന്നുണ്ട് ഈ വാല്യൂ കൊണ്ടല്ല കാര്യം, ഈ വാല്യൂ കൊണ്ടാണ് കാര്യം എന്ന് പറയും. അതിന് ബേസിക്കലി എനിക്ക് മനസ്സിലായി, പലർക്കും അത് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. ഇതിനെക്കുറിച്ച് ആർക്കും വലിയ പിടിയില്ല, കാരണം അവരായിട്ട് ക്ലിയർ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പം പലരും പല ഗസ്റ്റും എടുക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് പ്രോഫിറ്റ് പവർ ഹവർ തന്നെയാണ് കൂടുന്നത്. കാരണം നമുക്കിവിടെ ഈ ലെവലിനനുസരിച്ച് നമുക്ക് പോകാം. നമ്മൾ എൻ്റെ ലെവലിൽ ലെജൻഡറി ഇപ്പോൾ കിടക്കും. അപ്പോൾ എൻ്റെ ലെവൽ എന്ന് പറഞ്ഞാൽ കണ്ടോ, എൻ്റെ സ്ഥാനം കാണിക്കുന്നത്, എൻ്റെ സ്ഥാനം 780,000 എന്ന് പറഞ്ഞാൽ അത് ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ലെവലിൽ വരെ കാണിക്കുന്നത്. കണ്ടോ ഈ പ്രൈസിൽ. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് കൂട്ടാനെന്ന് പറയാം. അപ്പം ഇതെങ്ങനെ കൂട്ടാമെന്ന് ഞാൻ പറയാം. ഇത് കൂട്ടാൻ ഒരേ ഒരു കാരണമുള്ളൂ, മൈൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഇതിൻ്റെ ഓരോ ഓപ്ഷൻ ഞാൻ പറയാം. ഇത് എക്സ്ചേഞ്ച് എന്ന് വെച്ചാൽ സാധാ ബേസിക് ഇൻ്റർഫേസ്, മൈന്, ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ഇൻവൈറ്റ് ചെയ്യാനുള്ള ആൾക്കാർ, എന്ന് പറഞ്ഞാൽ കുറേ റിവാർഡ്സ് ഉണ്ട്. അപ്പോൾ റിവാർഡ്സിൽ നമ്മൾ ജസ്റ്റ് കണക്ട് ചെയ്യുക, അത് വലിയ പണിയൊന്നുമില്ല. എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പിലാണ്, ഇവിടെയാണ് നമ്മുടെ ടാസ്ക് വരുന്നത്. അപ്പം ആദ്യത്തെ ടാസ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ടീം വാലറ്റ് കണ്ടിട്ട് കണക്ട് ചെയ്യുക. അത് വെറുതെ ടെലഗ്രാമിലെ വാലറ്റ് തന്നെയാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഇതിൽ നെക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, വലിയ പണിയൊന്നുമില്ല. അപ്പം കണക്ട് ചെയ്യുന്ന വീഡിയോ പ്രത്യേകിച്ച് ഇടേണ്ട ആവശ്യമില്ല, വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പം അടുത്ത് മൈനിലോട്ട് പോവുക, പിന്നെ മൈനിൽ പോവുക. കണ്ടോ, മൈനിൽ പോയിക്കുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കുറേ സാധനം വരുന്നത് കണ്ടോ. ഇങ്ങനെ കുറേ മാർക്കറ്റിൻ്റെ അവിടെ അണ്ടറിൽ കുറേ വരും, PR ടീമിൻ്റെ അണ്ടറിൽ വരും, ലീഗലിൻ്റെ, അങ്ങനെ പിന്നെ സ്പെഷ്യൽസ്. ഇതിനകത്ത് മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് കുറേ ഉണ്ട്, പോട്ടെ. അതേപോലെ തന്നെ ന്യൂ കാർഡ്സ്, മൈ കാർഡ്. ഇത് ജസ്റ്റ് നിങ്ങൾ കുറച്ച് നേരം നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇത് ബേസിക്കലി ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഒരു ബേസിക് ഒരു ക്രിപ്റ്റോ മാർക്കറ്റിൽ വരുന്ന സംഭവങ്ങളൊക്കെയാണ് ഈ മാർക്കറ്റ് വരുന്നത്. അപ്പം നമ്മളെ ജസ്റ്റ് പഠിപ്പിക്കുക, ഒരു നോളജ് പോലെ ഒരു സംഭവമാണിത്. അപ്പോൾ അതിനകത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് മെയിം കോയിൻസ്, ഇങ്ങനത്തെ കുറേ മാർക്കറ്റ്സ് ഉണ്ട് നമ്മുടെ അവിടെ. അതായത് ക്രിപ്റ്റോയിൽ തന്നെ DeFi 2.0 ഇങ്ങനത്തെ കുറേ മാർക്കറ്റ് സംഭവമുണ്ട്. അപ്പം അതിൻ്റെ കുറേ ഓപ്ഷൻസ്, മാർജിൻ ട്രേഡ്, അതിൻ്റെ കുറേ ഓപ്ഷൻസ് ഇല്ല. നമ്മൾ ഈ പേരൊന്നും നോക്കണ്ട, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നോക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ ഓരോ കോഡ്, ഇങ്ങനെ ഓരോ ടോക്കണും മേടിച്ച് വെക്കല. കണ്ടോ, ഇതിപ്പോൾ നമ്മളിങ്ങനെ ബൈ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, എനിക്ക് നേരത്തെ 790 അത് കൂടി, ഇപ്പോൾ 782 അപ്പോൾ നിങ്ങൾ ഓരോന്നും മേടിക്കലാണ് ഇതിൻ്റെ പരിപാടി. അപ്പം നിങ്ങൾ മാക്സിമം ഈ പൈസ ഉണ്ടാക്കുവാണെങ്കിൽ പൈസ ഉണ്ടാക്കുന്ന പൈസയും കൊണ്ട് ഇങ്ങനത്തെ കുറേ ടോക്കൺ മേടിക്കുക. അപ്പം ഞാൻ കുറേ അത്യാവശ്യം എൻ്റേന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാഴ്ച ആയിട്ടുള്ളൂ. ഞാൻ ഒരു റെഫർ ഇല്ലാണ്ടാണ് ഞാൻ ഇത്ര ആയിട്ടുള്ളൂ. ഞാൻ ഒരാഴ്ച ആവുന്നതിൻ്റെ ഒരു തെളിവ് കാണിച്ചത്. കാരണം നമുക്കിവിടെ ടാസ്ക് എന്ന് പറഞ്ഞാൽ ഡെയിലി റിവാർഡ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതിനകത്ത് നമുക്ക് കാണാം. ഉണ്ടോ, 7 ദിവസമായിട്ടുള്ളൂ. എൻ്റെ റെഫറിൽ ഞാൻ കാണിച്ചു തരാം. റെഫറിലുണ്ടോ 11 പേരായിട്ടുള്ളൂ. എന്ന് വെച്ചാൽ വലിയ പൈസയൊന്നുമില്ല, അകപ്പാടെ ചെറിയ ചെറിയ പൈസകളെ കിട്ടുന്നുള്ളൂ. അപ്പം 11 പേരിലെ റെഫറൽ കൊണ്ടാണ് ഞാൻ ഇത്രയും പ്രോഫിറ്റ് പെർ അവർ. ഇതൊരു അത്യാവശ്യം നൈസ് ഒരു പ്രോഫിറ്റ് പെർ അവറാണ്. ഇത് വാല്യൂ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കൂടുതലാണ്. അപ്പം നിങ്ങൾക്ക് എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ ഇത്ര കളിക്കാത്ത എനിക്ക് വരെ ഇത്രയും കിട്ടുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കളിക്കുന്നവരാണെങ്കിൽ ഇത്രയും വളരെ കൂടുതലായിട്ട് ഇത് പറ്റും. അപ്പം ഇതിന് കുറേ നമ്മൾ കാണുവാണെങ്കിൽ ജസ്റ്റ് ഇതിനകത്ത് മേടിക്കൽ മാത്രമല്ല. അപ്പോൾ നമ്മൾ മേടിക്കുന്നൊന്ന് കാണിച്ചു തന്നല്ലോ, ഇതിപ്പോൾ ഒന്നും മേടിക്കും. പക്ഷെ നിങ്ങൾ കുറേ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. എന്ന് വെച്ചാൽ വെറുതെ ഓരോ കോയിൻസ് മേടിച്ച് കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ കൂടുതലൊന്നുമില്ല. കാരണം എന്നെക്കാളും മുന്നേ കയറിയ ആൾക്കാർ ഒരുത്തനെ ഞാൻ റെഫർ ചെയ്താൽ കയറി, പക്ഷെ അവനിപ്പോഴും എൻ്റെ അത്ര എത്തിയിട്ടില്ല. അപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ ഇത് ചെയ്യരുത്. കാരണം ആരും ഇത് പറഞ്ഞിരുന്നത് ഇതൊരു വേറൊരു വീഡിയോ ഞാൻ കണ്ടിട്ടില്ല ആൾക്കാർ ഈ പറയുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ നോക്കണം, എന്ന് വെച്ചാൽ നമുക്ക് എത്ര കൂടുന്നുണ്ട്. കണ്ടോ, 169Kക്ക് നമുക്ക് 3.4 പ്രോഫിറ്റേ കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ 400ൻ്റെ 3 ഇരട്ടി ഏകദേശം ഈ അവസാനത്തെ 3 കളയും, അല്ല അവസാനത്തെ 2 കളയും. ഒരു പ്രത്യേക അനലോജിയാണ്. എന്ന് വെച്ചാൽ 100Kക്ക് 1K വെച്ച് കിട്ടണം എന്നുള്ളത് ഞാൻ എൻ്റെ ഒരു റേഷ്യോ, എന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കയറ്റിയല്ലോ, എൻ്റെ ഒരു റേഷ്യോ വെച്ചിട്ടാണ് ഞാൻ നോക്കുന്നത്. അപ്പം എത്ര കുറഞ്ഞ പൈസയ്ക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നോ ഞാൻ അങ്ങനെ മേടിക്കാറ്. അപ്പം ഞാൻ നോക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം ഇപ്പോൾ ചെറുതൊരെണ്ണം എടുത്തു, ഇപ്പം 44Kക്ക് 150 കിട്ടുന്നു.
എന്ന് പറഞ്ഞാൽ ഞാനൊരു അവസാനത്തെ 2 എടുത്ത് കളയും. അപ്പം എന്നിട്ട് 150ൻ്റെ ഒരു 2 ഇരട്ടി അല്ല 3 ഇരട്ടിയാണ് 44. അതേപോലെ അങ്ങനെ നോക്കും. അപ്പം ഈ അവസാനത്തെ 2 എടുത്തു കഴിഞ്ഞാൽ 1009. അപ്പോൾ ഇതിൻ്റെ എത്ര ഇരട്ടി? അപ്പോൾ ഇതിൻ്റെ ഏകദേശം 3 ഇരട്ടിക്ക് മുകളിലാണ് ഒറിജിനൽ പ്രൈസ് വരുന്നത്. അപ്പം അത് കുറവുള്ളത് ഏതാണോ അത് കണ്ടുപിടിച്ചിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് വെറുതെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. നിങ്ങളിപ്പോൾ തുടക്കം ആയതുകൊണ്ട് ഒരു ലെവൽ 10 ലെവൽ 2 കണ്ടോ, ഞാൻ എല്ലാം ലെവൽ 13 ലെവൽ 14 ഒക്കെ. അപ്പം തുടക്കം ചെയ്യേണ്ടവരെല്ലാവരും എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാക്സിമൈസ് ആക്കാൻ നോക്കുക. ഒരു 12 ഒക്കെ ആകാൻ ഭയങ്കര എളുപ്പമാണ്. 12, 13 ആയിക്കഴിഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ടെക്നിക്സ് നോക്കിയാൽ മതി. കാരണം അത് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ വാല്യൂ ഭയങ്കരമായിട്ട് കൊടുക്കണ്ടോ. ഇവിടെയൊക്കെ 4 മില്യണൊക്കെയാണ് ഒരെണ്ണത്തിൽ തന്നെ. 1 മില്യൺ 4 പ്രോഫിറ്റുകളും അത് ഭയങ്കര കുറവ്. ഇത് 3 കണ്ടോ ഭയങ്കര കുറവായത്. ഇത് നമുക്ക് തീരെ പിടിക്കാൻ പറ്റില്ല. പിന്നെ മേടിക്കാൻ ഉദ്ദേശിക്കേണ്ട കാര്യം ഈ സ്പെഷ്യൽ കോയിനാണ്. സ്പെഷ്യൽ കോയിൻ മേടിക്കാൻ കുറേ ചെറിയ ടാസ്കൊക്കെ ഉണ്ടോ, ചിലപ്പോൾ വേറെ സാധനം വല്ലതും കൂട്ടാനൊക്കെ പറയും. അപ്പോൾ അത് നോക്കുക. അത് സ്പെഷ്യൽ കോയിനാണ് ഉള്ളതിൽ എനിക്ക് ഏറ്റവും ലാഭമായിട്ട് തോന്നിയത്. അപ്പം ഇതുവരെ ലാഭമാണ്. ഇതിൻ്റെ മുകളിലോട്ട് പോയാൽ അത്ര ലാഭം ഇല്ലെന്ന് എനിക്ക് തോന്നി. നമ്മൾ ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ നോക്കാനുള്ളത്, പിന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് ചില ഡൗട്ടൊക്കെ ഉണ്ടാവും. പിന്നെ ഈ ചില കാർഡ് ഉണ്ടാക്കണം. അപ്പോൾ ലെമ്പോ അങ്ങനെ സ്പെഷ്യൽ കാർഡ് എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ സ്പെഷ്യൽ കാർഡ് മേടിച്ചിടുക, അത്ര തന്നെ. എന്താണ് എയർ ഡ്രോപ്പ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചാൽ ബേസിക്കലി നമുക്ക് ഇവിടെ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ വെറുതെ ഇതിൻ്റെ ഇടയിലൂടെ പൈസ കിട്ടത്തില്ല. നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ് പൈസ കിട്ടുന്ന രീതിയിൽ. നമുക്കിതുവരെ അവരും ഉറപ്പിച്ചിട്ടില്ല, നമുക്കും അറിയത്തില്ല. അതുകൊണ്ട് തന്നെ പല രീതികളുണ്ട്. പൊതുവെ ഞാൻ കുറേ എയർ ഡ്രോപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം സകല എയർ ഡ്രോപ്പിലുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ അവരുടെ ഓരോ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുക. അപ്പം ഇതിനകത്ത് ഇപ്പോൾ ടാസ്ക് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവർ എന്ന് വെച്ചാൽ 110-120 മില്യൺ ആൾക്കാർ ഇത് കളിക്കുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പൈസ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ, സംഭവം എന്ന് പറഞ്ഞാൽ ഈ ക്രിപ്റ്റോക്കാർ അവരുടെ ഒരു പുതിയ കോയിൻ ഇറക്കുമ്പോൾ അതിൻ്റെ ഒരു ശതമാനം കോയിൻസ് ഇവരുടെ ഫാൻസിനായിട്ട്, എന്ന് വെച്ചാൽ പോപ്പുലാരിറ്റിക്ക് വേണ്ടി, എന്ന് വെച്ചാൽ കൂടുതൽ ആൾക്കാർ ട്രേഡ് ചെയ്താലല്ലേ വാല്യൂ കിട്ടും. അപ്പോൾ അവർക്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്താ പറയുക ഇങ്ങനെ ഗീവ് അവേ പോലെ കൊടുക്കും. അതാണ് സത്യം പറഞ്ഞാൽ ഈ എയർ ഡ്രോപ്പ്. അപ്പോൾ എയർ ഡ്രോപ്പ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റത്തില്ല, എല്ലാവർക്കും ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അത് ഓരോ ക്രൈറ്റീരിയ വെച്ചും അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പം ക്രൈറ്റീരിയ വെച്ചും എത്ര ശതമാനം എല്ലാം വ്യത്യാസം വരും. അപ്പം ഈ ശതമാനം നോക്കുന്ന രീതിയാണ് വ്യത്യാസം. അപ്പം ചിലപ്പോൾ ഈ സ്പെഷ്യൽ കാർഡ് വെച്ചിട്ടാവാം കൊടുക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ കാർഡിൻ്റെ ലെവൽ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടാവാം കൊടുക്കുന്നത്. അത് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് തന്നെ സേഫ് ആക്കാൻ വേണ്ടി ഞാൻ എല്ലാ ടൈപ്പ് ഓഫ് സ്പെഷ്യൽ കാർഡും കണ്ടോ, ജോറോഗൺ പോഡ്കാസ്റ്റ് അങ്ങനെ വാല്യൂ ഇല്ലാത്തത് വരെയും സ്പെഷ്യൽ കാർഡ് ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കയറി കഴിഞ്ഞാൽ എല്ലാം സ്പെഷ്യൽ കാർഡ് മേടിക്കാനും നോക്കുക. അടുത്തത് ഞാൻ പറയുന്നത് പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളിവിടെ ഓരോ കോയിൻ മേടിക്കും. ഇവിടെ ഞാനിപ്പോൾ ലെവൽ കൂടിയതുകൊണ്ട് എനിക്ക് വേറെ ഒരു ഫോണില്ലാത്തതുകൊണ്ട് എനിക്ക് ഞാൻ കാണിക്കാൻ പറ്റത്തില്ല. അപ്പം ചെറിയ ലെവലാകുമ്പോൾ ഇതും മേടിക്കാൻ പറ്റത്തില്ല ചിലപ്പോൾ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിയിൽ തന്നെ വേറൊരു കോയിൻ മേടിക്കാൻ പറഞ്ഞിരിക്കും. വേറൊരു കോയിന് ലെവൽ 30 അങ്ങനെ. അപ്പം ഇതിങ്ങനെ കണക്റ്റഡായിട്ട് ഇങ്ങനെ ഇത് മേടിക്കണമെങ്കിൽ ഇതാദ്യം ഈ ലെവൽ വരെ എത്തണം, ഇത് മേടിക്കണമെങ്കിൽ ഇതാദ്യം ഈ ലെവൽ വരെ എത്തണം. അങ്ങനെ കുറേ ടോക്കൺസ് ഉണ്ട്. മിക്കവാറും ടോക്കൺസ് അങ്ങനെയാണ്. അപ്പം നിങ്ങൾ ഏകദേശം അങ്ങനെയുള്ള ടോക്കൺസ് നോക്കി മേടിച്ച് പോരുക. പിന്നെ അടുത്ത് ഇതിന് പൈസ ഉണ്ടാക്കുന്ന രീതി, ഇപ്പോൾ ഏകദേശം ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഈ പൈസ ഉണ്ടാക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഡെയിലി കോംബയാണ്. അപ്പോൾ നമുക്കിവിടെ 3 ശരിയായിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രൈസ് കിട്ടും. 5 മില്യൺ പ്രൈസാണ് കിട്ടുന്നത്. അപ്പോൾ ഇന്നത്തെ കോംബോ എല്ലാ ദിവസത്തെ കോംബോ ഞാൻ ഇടാം. പിന്നെ ഏകദേശം ഇന്നത്തെ കോംബോ ഓക്കെ. അപ്പോൾ ഒരെണ്ണം റെഡിയായി. IT ടീമാണ്. ഇതെന്തായാലും മേടിക്കാം. നമുക്കിവിടെ ഡെയിലി കോംബോ കിട്ടുവാണെങ്കിൽ 5 മില്യൺ കിട്ടും. അപ്പം 3ാമത്തെ സ്പെഷ്യൽസിനകത്ത് കിടക്കുന്നത്. അപ്പം അത് ഇതല്ല, എന്താ കോംബോ വരുന്നത് ഞാൻ ദിവസവും എൻ്റെ ടെലിഗ്രാം ചാനലിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം കണ്ടോ 5 മില്യൺ കിട്ടി. അപ്പം 38ആയി. അപ്പം ഗുണമായി. അപ്പോൾ നമുക്ക് 5 മില്യൺ സാധനം കിട്ടി. ഇനി അപ്പം എല്ലാം ടെലിഗ്രാമിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ടെലിഗ്രാം കയറി കഴിഞ്ഞാൽ സുഖമായിട്ട് ഇതിനെപ്പറ്റി അറിയാനും പറ്റും. എന്തൊക്കെ കോംബോ ഞാൻ അപ്പോൾ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. എന്ന് വെച്ചാൽ അപ്ഡേറ്റ് ചെയ്യുന്ന സമയമുണ്ട്, അത് 5:30 അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ വേറൊരു സാധനമുണ്ട്, ഏൺ പെർ ടാപ്പ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് നമ്മൾ എക്സ്ചേഞ്ചിൻ്റെ ഇവിടെ പോയി കഴിഞ്ഞിട്ട് ഏൺ പെർ ടാപ്പ് ഒരു 2-3 തവണ ടൈപ്പ് ചെയ്യുമ്പം ഇങ്ങനത്തെ ഒരു സീക്രട്ട് ഇതിലോട്ട് പോകും. അപ്പം ഇതിനകത്ത് നമ്മൾ ഇന്നത്തെ കോംബോ കഴിഞ്ഞ് ഞാൻ എടുത്തുപോയി. ഇനി ഇന്നത്തെ കോംബോൻ്റെ സാധനം ഞാൻ ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് 1 മില്യൺ കിട്ടും. ടോട്ടൽ ഒരു ദിവസം 6 മില്യൺ ഇങ്ങനെ ഓഫർ വഴി കിട്ടും. അല്ല ഇവരുടെ ഇത് വെച്ച് തന്നെ കിട്ടും. അതുകൊണ്ട് തന്നെ മാക്സിമം സുഖമായിട്ട് നമുക്ക് അത്യാവശ്യം മുൻപന്തിയിലോട്ട് എത്താനും പറ്റും. ഇതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കൂപ്പൺസ് എല്ലാം മേടിച്ച് ഒരു 500-600 ലെവൽ എത്തിക്കാൻ നോക്കുക.
എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ ലെവൽ എത്തിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് മൈൻ ചെയ്ത് കയറാൻ കുറച്ച് ഭയങ്കര ബുദ്ധിമുട്ട്. നമ്മൾ നല്ല പൈസ ഇറക്കിയാലും മൈൻ ചെയ്യുന്ന അളവ് ഇങ്ങനെ ഇത് കൂടുന്ന അളവ് വളരെ കുറവായിരിക്കും. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ലെവലില്ലേ, നമ്മുടെ ലെജൻഡറി ലെവൽ, ഇങ്ങനത്തെ ഓരോ ലെവൽ കൂട്ടാൻ നോക്കുക. എൻ്റെ ഒരു രീതി അങ്ങനെയാണ്. അപ്പം ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് പ്രോഫിറ്റും കിട്ടും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മൾ അത്യാവശ്യം മുൻപിലായിരിക്കും നമുക്ക് കൂടുതൽ പൈസ കിട്ടാൻ വേണ്ടി. ഇപ്പം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ വെറുതെ ടാപ്പ് ചെയ്ത് വെറുതെ സമയം കളയരുത്. അപ്പം ഒന്നെങ്കിൽ ഫ്രണ്ട്സിനെ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനത്തെ കുറച്ച് ഗുണമുണ്ടാവും. പക്ഷേ ഇത് ഗുണമുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, എല്ലാത്തിനും ഗുണമുണ്ട്. വളരെ വലിയ കുറേ ഫാൻസ് ഉള്ളവരൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും അവർക്ക് പൈസ ഉണ്ടാക്കുക. നമ്മൾ അത് ഇല്ലാത്ത സ്ഥിതിക്ക് നമ്മൾ ഇങ്ങനത്തെ കാര്യമൊക്കെ ശ്രദ്ധിക്കണം. ആദ്യം തന്നെ നമുക്ക് എത്ര പ്രോഫിറ്റ് ഇതിങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, അപ്പം ഞാൻ വേണമെങ്കിൽ അതിങ്ങനെ പ്രോഫിറ്റ് ഉള്ള സാധനങ്ങളൊക്കെ ടോക്കൺസൊക്കെ ഞാൻ വേണമെങ്കിൽ ഗ്രൂപ്പിനകത്ത് ഇട്ട് തരാം. പിന്നെ ഫ്രണ്ട്സ് വരെ കയറ്റാൻ നോക്കുക. ഇതിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഏണ്ട അവിടെ പോയിട്ട് എല്ലാം ചെയ്യുക. എയർ ഡ്രോപ്പിൻ്റെ മസ്റ്റായിട്ടും വാലറ്റ് കണക്ട് ചെയ്തിരിക്കണം. അത് ടെലഗ്രാം വാലറ്റ്, ടെലഗ്രാമിൽ തന്നെ വാലറ്റ് ഉണ്ട്. ചിലപ്പോൾ ടെലഗ്രാം അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ നെക്കി പോന്നാൽ മതി, വലിയ പണിയൊന്നുമില്ല. ഇത്രേ ഉള്ളൂ സംഭവം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ കുറേ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പം എന്ത് ചെയ്താലും ഇന്ന് തന്നെ വേസ്റ്റ് ചെയ്യാണ്ട് ഈ പൈസ ഉണ്ടാക്കാൻ നോക്കും. ഈ നാളെ ആകുമ്പോഴത്തേക്കും എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലായല്ലോ സംഭവം, എന്തെന്ന് മനസ്സിലായില്ലേ? അപ്പം ഇന്ന് മാക്സിമം കയറാൻ നോക്കുക.